തിരുസഭ 81. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 38-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുലിഖിതമാണ്. നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ, നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, ഹെസക്കിയ രാജാവ് രോഗിയായി മരണത്തോട് അടുത്തപ്പോൾ ഹെസക്കിയ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുക. ഹെസക്കിയ ഈ വചനത്തിന് തൊട്ടു മുമ്പ് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹെസക്കിയായുടെ നൊന്തുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് യേശയ്യാ പ്രവാചകനിലൂടെ അരുളപ്പാട് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. ഇനി 3 കാര്യങ്ങളാണ് ഹെസക്കിയ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുക. 3 ഉത്തരമാണ് ദൈവം തൻ്റെ വചനത്തിലൂടെ യേശയ്യാ പ്രവാചകൻ അരുളി ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊന്ന് ശ്രവിക്കുക. എന്താണ് ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് ഹെസക്കിയ പ്രാർത്ഥിച്ചത്? 1, കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്ന് ഉള്ള കാര്യം. 1-ാമത്തെ കാര്യം അതാണ്. ജീവിതത്തിൻ്റെ അവസാനത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഹെസക്കിയ രാജാവിന് ദൈവസന്നിധിയിൽ പറയുവാൻ സാധിച്ചു: കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും നിന്നോട് വിശ്വസ്തത പുലർത്തിയും പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിൻ്റെ മുൻപിൽ നിന്നോട് വിശ്വസ്തത പുലർത്തി വ്യാപരിച്ചു ജീവിതത്തിൻ്റെ അവസാനം വരെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹെസക്കിയ രാജാവിൽ നിന്നും, അതായത് ഒരു രാജ്യത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഹെസക്കിയ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ സമയമായപ്പോൾ ഹെസക്കിയ രാജാവിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കുകയാണ്: കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിന്നോട് വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ഞാൻ വ്യാപരിച്ചുവെന്ന്. 1-ാമത് ഹെസക്കിയ രാജാവ് ദൈവസന്നിധിയിൽ അവസാന നിമിഷത്തിൽ സമർപ്പിക്കുന്ന ആ അഭിമാനത്തോടെയുള്ള പ്രാർത്ഥന, അത് നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. കർത്താവിൻ്റെ വിശ്വസ്തദാസനായി ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിച്ചു എന്ന ആ ഒരു അഭിമാനത്തോടെയുള്ള പ്രാർത്ഥന. ഇനി 2-ാമത് ഹെസക്കിയ ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്: അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും ഞാൻ അനുവർത്തിച്ചുവെന്ന് അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹെസക്കിയ രാജാവ് അന്ന് രാജാക്കന്മാർക്ക് എന്തും ചെയ്യാമായിരുന്ന കാലമാണ്. രാജാക്കന്മാർക്ക് എന്ത് തെമ്മാടിത്തരവും ചെയ്യാവുന്നൊരു കാലമാണ്. രാജാവ് എന്ത് ചെയ്താലും ആരും ചോദ്യം ചെയ്യാത്തൊരു കാലമാണ്. അനേക രാജാക്കന്മാർ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നത് കാണാം. ദൈവസന്നിധി അനുഗ്രഹം മേടിച്ച് ദൈവത്താൽ അഭിഷേകം ചെയ്ത് ഉയർത്തപ്പെട്ട അനേക രാജാക്കന്മാർ പാപത്തിൻ്റെ സുഖത്തിലൂടെ സ്വന്തം ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അന്വേഷിച്ച് ഓടി നടന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച കൂടുതൽ രാജാക്കന്മാരുടെ ഇടയിൽ ജീവിച്ച ഹെസക്കിയ പറയുന്നത് ഇപ്രകാരമാണ്: അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും ഞാൻ അനുവർത്തിച്ചുവെന്ന് അങ്ങിപ്പോൾ ഓർക്കണമേ. അവസാനം തൻ്റെ രോഗം മാറാനായി ദൈവം നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആ ഇന്നസെൻസ്, നിഷ്കളങ്കത, ദൈവമേ, ജീവിതത്തിൽ എപ്പോഴും നിന്നോട് ആലോചന ചോദിച്ച് നിനക്ക് പ്രീതികരമായത് മാത്രം ഞാൻ അനുവർത്തിച്ചു എന്ന് അഭിമാനത്തോടുകൂടി ദൈവസന്നിധിയിൽ ഹെസക്കിയ രാജാവ് ഉണർത്തിക്കുകയാണ്. ഇനി 3-ാമത്തെ കാര്യം സഹോദരങ്ങളെ, അനന്തരം ഹെസക്കിയ വേദനയോടെ ദൈവസന്നിധിയിൽ കരഞ്ഞു.
നീതിമാനായ, നീതിയോടുകൂടി ജീവിച്ച ഒരു രാജാവ്, ദൈവത്തെ എപ്പോഴും പ്രീതിപ്പെടുത്തി ജീവിച്ച രാജാവ്, ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ രാജാവ്, അവസാനം മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ കർത്താവ് രാജാവിനോട് അരുളി ചെയ്തിരുന്നു, നീ ഈ രോഗം സുഖപ്പെടുകയില്ല, നീ മരിക്കുവാൻ പോവുകയാണെന്ന് കർത്താവ് രാജാവിനോട് വ്യക്തമായി പറഞ്ഞിരുന്നു. ഇപ്രകാരം മരണത്തിൻ്റെ സമയമെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് രാജാവ് നിലവിളിച്ച് തൻ്റെ നിഷ്കളങ്കത, തൻ്റെ വിശ്വസ്തത, താൻ പ്രീതികരമായി ജീവിച്ച അവസ്ഥ പങ്കുവച്ചിട്ട് ദൈവസന്നിധിയിൽ നൊന്ത് കരയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കരച്ചിൽ കർത്താവിൻ്റെ സന്നിധിയിലെത്തി. ഹെസക്കിയ വേദനയോടെ കരഞ്ഞുവെന്ന് വചനം പഠിപ്പിക്കുന്നു. വിശ്വസ്തയോടെ ജീവിച്ച തൻ്റെ ദാസൻ്റെ കരച്ചിൽ കർത്താവിൻ്റെ സന്നിധിയിലെത്തുകയാണ്. അവൻ്റെ കണ്ണീരിന് കർത്താവ് ഉത്തരം നൽകുകയാണ്. ഉടനെ തന്നെ യെശയ്യാ പ്രവാചകന് കർത്താവ് അരുളപ്പാട് നൽകി പറഞ്ഞു, നീ ചെന്ന് ഹെസക്കിയയോട് പറയുക, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പ്രാർത്ഥിച്ച ദൈവം, നീ ആരുടെ മുമ്പിൽ കരഞ്ഞോ, നീ ആരോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചോ, നീ ആരെ പ്രീതിപ്പെടുത്തി ജീവിച്ചോ, ആ ദൈവം ഇതാ അരുളി ചെയ്യുന്നു, ഒന്ന്, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു. ഹെസക്കിയ ദൈവസന്നിധിയിൽ സമർപ്പിച്ച 3 കാര്യങ്ങൾ, ആ ദൈവം 3 തരത്തിൽ ആ 3 കാര്യം ഉത്തരം നൽകിയ. 1, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു. 2, നിൻ്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചിരിക്കുന്നു. 3, നിൻ്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നൊന്തു പ്രാർത്ഥിച്ച വ്യക്തിയുടെ കണ്ണീരിന് കർത്താവ് ഉത്തരം നൽകുകയാണ്. അവൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു, നിൻ്റെ കണ്ണുനീര് ഞാൻ ദർശിച്ചു, ഇനി നിൻ്റെ ആവശ്യം 15 വർഷം കൂടി, ഇന്ന് അല്ലെങ്കിൽ നാളെ മരിക്കേണ്ട നിന്നെ ഞാൻ 15 വർഷം കൂടി ആയുസ് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്രകാരം ഹെസക്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹമായി കടന്നു വരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹെസക്കിയ രാജാവിൻ്റെ ജീവിതത്തിലൂടെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടും പങ്കുവയ്ക്കുന്ന ഒരു സത്യം ഇപ്രകാരം, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന സത്യം. 2, ദൈവസന്നിധിയിൽ നൊന്ത് മനമുരുകി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ എപ്പോഴും എത്തപ്പെടുമെന്നും കണ്ണുനീര് മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നും ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ. ഇനി 3, ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൽ നമ്മൾ ഹെസക്കിയ രാജാവ് നാം പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. അഭിമാനത്തോടുകൂടി മരണസമയത്ത് ദൈവത്തോട് അദ്ദേഹത്തെ പറയാൻ സാധിച്ചു, ജീവിതത്തിൻ്റെ അവസാനം വരെ നിന്നോട് വിശ്വസ്ത പുലർത്തി ഞാൻ ജീവിച്ചു, ജീവിതത്തിൻ്റെ അവസാനം വരെ നിന്നെ പ്രീതിപ്പെടുത്തി ഞാൻ ജീവിച്ചു, ഇതാ എൻ്റെ കണ്ണുനീര് നിന്നിൽ സമർപ്പിക്കുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നവരാകാം നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ അറിയാതെ ദൈവത്തെ വേദനിപ്പിച്ചവരാകാം നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ ഹെസക്കിയ രാജാവിനെ പോലെ വിശ്വസ്ത പുലർത്തി ജീവിക്കാൻ സാധിക്കാത്തവരാകാം നമ്മൾ ഓരോരുത്തരും. ഇന്ന് മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, ദൈവസന്നിധിയിൽ നീ കണ്ണുനീര് കാഴ്ചവെച്ച് കരഞ്ഞ് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ കരുണാമയനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നും വിശ്വസ്തതയാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിലും ജീവിതത്തിൻ്റെ അവസാനം ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിലും പാളിച്ചകൾ പറ്റിയെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ നൊന്ത് മനമുരുകി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതിന് അത്ഭുതകരമായി ഉത്തരം നൽകുന്ന കരുണാമയനായ കർത്താവാണ് നമ്മുടെ ദൈവമെന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. സാധിക്കുന്ന ജീവിതത്തിൻ്റെ അവസാനം വരെ സാധിക്കുന്ന എല്ലാ തരത്തിലും ദൈവത്തോട് വിശ്വസ്തപ്പെടുത്തി ജീവിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കുവാനും അവിടത്തേക്ക് പ്രീതികരമായത് എപ്പോഴും ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുമുള്ള കൃപ. ഇനി ഇപ്രകാരം ജീവിതത്തിൽ ജീവിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും ഇന്ന് ജീവിതത്തിൽ ഈ വന്നുപോയ പാളിച്ചകളോട് മനന്നൊന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ് കണ്ണീര് കൊണ്ട് അവിടുത്തെ പാദങ്ങൾ കഴുകി ദൈവത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തി ജീവിക്കുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ സാധിച്ചാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിൽ ദൈവം ഇടപെടും, അനുഗ്രഹിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഹെസക്കിയ രാജാവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായി എടുത്തുകൊണ്ട് ഇന്ന് ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിതത്തിൽ വിശ്വസ്തപ്പെടുത്തി ജീവിച്ച പരിശുദ്ധ കന്യകാമാതാവിനോട് ചേർന്ന ഈ മെയ് മാസത്തിൽ നമുക്കും പ്രാർത്ഥിക്കാൻ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമേ എന്ന്, എൻ്റെ ഹൃദയത്തിലൊരു അഭിഷേകം നൽകണമേ എന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളും നിനക്ക് പ്രീതികരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.